സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിനെ ആകാശിനെ ആദ്യം പിടിച്ചുകൊണ്ടുപോയിട്ട് ആ പോലീസുകാരന്റെ വേഷം കെട്ടിയ ആള്. അതിനുശേഷം സാർ ഒന്ന് പറയും, സാർ ഞങ്ങൾ ഹസ്ബൻഡും വൈഫും എന്നൊക്കെ മീനാക്ഷി മിഥുനോട് പറയുന്നുണ്ട്. സാരില്ല, എന്തെങ്കിലും ചോദിക്കാൻ കൊണ്ടുപോകുന്നാവും, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ മീനാക്ഷിക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ട്. പെട്ടെന്ന് മിഥുന്റെ സ്വഭാവം മാറണം. മിഥുൻ അകത്ത് കയറി വാതിലടയ്ക്കുന്നു ചെയ്തത്. ആ സമയത്ത് മീനാക്ഷിനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ട്. കട്ടിലേക്കൊക്കെ തള്ളിയിടുന്നുണ്ട്. മീനാക്ഷി മിഥുന്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് വാതിൽ തുറന്നിറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി രക്ഷപ്പെട്ട് മീനാക്ഷി പിന്നാലെ നിക്കടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മിഥുനും പോകുന്നു. പിന്നീട് മിഥുന്റെ കയ്യിൽ നിന്ന് മീനാക്ഷി രക്ഷപ്പെട്ടത് മറ്റാൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആകാശിനെ ഉപേക്ഷിച്ച് മീനാക്ഷിയുടെ പിന്നാലെ പോകും. അങ്ങനെ പലരും പല വഴിക്ക് മീനാക്ഷിയുടെ പിന്നാലെ ഇവർ രണ്ടുപേരും ആകാശാണെങ്കിൽ മീനാക്ഷിനെ അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതേ സമയം തന്നെ ആര്യൻ വരുന്നുണ്ട്. മീനാക്ഷിനെ വിളിച്ചുകൊണ്ട് റോട്ടിലേക്ക് എത്തിയ ആകാശ് റോട്ടിലൂടെ കരഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ ആര്യനെ സംശയം. ആര്യൻ പെട്ടെന്ന് ഏട്ടാന്ന് വിളിക്കും. അങ്ങനെ ആര്യനെ കാണുമ്പോൾ ആകാശിന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. ആര്യ ഞങ്ങളൊരു അപകടത്തിൽ ചെന്ന് പെട്ടടാന്ന് പറയും. ചേട്ടൻ കണ്ടായ കാര്യങ്ങൾ പറയും. ചേച്ചി എന്തെന്ന് വെച്ചപ്പോൾ ചേട്ടത്തി എന്തെന്ന് ചോദിക്കുമ്പോൾ ചേട്ടത്തിനെ കാണില്ലടാ, അവളെ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ കാണില്ല, നിങ്ങൾ എന്തീ പറഞ്ഞത്, നിങ്ങൾ മുറിയിലില്ലാണ്ട് അച്ഛനെ അന്വേഷിക്കുന്നേ, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നതാണ്, അമ്പലത്തിൽ പോകാൻ വേണ്ടി നിങ്ങളെ കാണാണ്ട് അച്ഛൻ കിടന്ന് ബഹളം വയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മിഥുൻ വന്നതും മുന്നിൽ പെട്ടതും അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് മണ്ടത്തരാണ് ഈ ചെയ്തത്, അത് ആരുടെ എന്താണെന്ന് അറിയില്ല, എന്തായാലും അയാൾ ഒരു ഒറിജിനൽ പോലീസുകാരനല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇവിടെ ടൂറിസ്റ്റുകളെ നല്ല രീതിയിൽ സൽക്കരിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ പ്രത്യേകിച്ച് വീണ്ടും ഒക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് പോയ വഴി അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഏട്ടത്തി അതുപോലെ തന്നെ മീനുണൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ആ പോലീസുകാരൻ്റെ വേഷം കെട്ടിയ ആളെ കാണുന്നുണ്ട്. ആര്യ അതേ അയാളുണ്ട ഞങ്ങളുടെ മുറിയിലേക്ക് വന്നത്, അയാൾ പോലീസൊന്നല്ല എന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ അയാളെ പിടിക്കുന്നുണ്ട്. അയാളും തിരിച്ചടിക്കുന്നു. അങ്ങനെ ഇടിയും സംഘടനയൊക്കെയാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ആകാശും ആര്യനും കൂടെ അയാളെ കീഴ്പ്പെടുത്തുന്നുണ്ട്. സത്യം പറയടാ, നിന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഈ ഒറിജിനൽ പോലീസ് അല്ല എന്ന് മനസ്സിലായി, മീനാക്ഷി എന്താടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, സോറി ഞാൻ കൂട്ടുകാരനെ നമ്പി ഇതൊക്കെ ചെയ്തതാണ്, ഞാൻ പോലീസ് അല്ല, എന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കല്ല പ്ലീസ് എന്നൊക്കെ പറയും. അങ്ങനെ മീനാക്ഷി പോയ സ്ഥലം അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടും. അവൻ പോണേ പോട്ടെ, നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുമ്പോൾ നമുക്ക് ചേട്ടത്തിന് അന്വേഷിക്കാന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഒരുപാട് ദൂരമൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം എത്തി. മീനാക്ഷി ഉണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് കയറി പോകുന്നത്. പോയി ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലെത്തി. അവിടെ ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ മിഥുനുണ്ട്. മിഥുനെ മീനാക്ഷി കാണുന്നുണ്ട്, മീനാക്ഷിനെ മിഥുൻ കാണുന്നില്ല. അങ്ങനെ അവരടുത്ത് എത്തുന്ന സമയത്ത് മിഥുൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. നീ എവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോന്നോ, പ്രശ്നമായിട്ടുണ്ട്, ആ ഫ്രോഡും ഒരാളും കൂടി വന്നു കഴിഞ്ഞിട്ട് എന്നെ പിടിച്ച് മീനാക്ഷി ഉള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ട്, അവർ പങ്കെടു നിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് നീ അവിടെ അവളെ ഉപേക്ഷിച്ച് പോരെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മിഥുൻ അങ്ങനെ തിരിച്ചു പോകും. മീനാക്ഷി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ വീണ്ടും ആ ഭാഗത്തേക്ക് ആകാശം ആര്യനും എത്തുന്നുണ്ട്. ചേട്ടത്തി എന്ന് വിളിക്കുമ്പോൾ ആകാശെ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് പേരും കൂടെ പരസ്പരം കാണുന്നുണ്ട്. മീനാക്ഷി ആകാശിനെ കണ്ട വഴിക്ക് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. സോറി മാപ്പൊക്കെ പറഞ്ഞ് 2-3 പേരും കൂടെ അങ്ങനെ ഒരു കണക്കിന് കരഞ്ഞ് പുറത്തേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. വണ്ടി വന്ന് ഇവരെ മാത്രം കാണാനില്ല. അങ്ങനെ ഇവർ വന്നതിന് ശേഷം വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ആര്യം വിളിച്ചു കഴിഞ്ഞിട്ട് ആകാശിനോടും മീനാക്ഷിയോടും മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളുടെ മുഖത്ത് നല്ലൊരു വിഷമമുണ്ട്, അത് അച്ഛൻ മനസ്സിലാക്കണ്ട, സംഭവിച്ച കാര്യങ്ങൾ ഇവിടെ ഒന്നും ആരും അറിയണ്ട, അച്ഛൻ അറിഞ്ഞാൽ കൊല്ലും, അതുകൊണ്ട് നിങ്ങൾ നല്ല സന്തോഷത്തിലിരിക്കണം, നമുക്ക് ഇന്നെന്തായാലും നാളെ ദിവസം കൂടെ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. പക്ഷെ ആ പോലീസുകാരൻ്റെ വേഷം കെട്ടി അവൻ്റെ ഫോട്ടോ പോലും എടുക്കാൻ തോന്നിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, അയാളുടെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ വേണ്ട, എനിക്ക് നല്ലൊരു മറ്റവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഫോട്ടോ എടുത്തതിന് തുല്യമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയില്ല, അവൻ്റെ മുഖം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം, അവനെ ഞാൻ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ മീനാക്ഷി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മാറി നിന്ന് സംസാരിക്കുന്നുണ്ടപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഗോമതി വരുന്നുണ്ട്. എന്ത് പറ്റി, എന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ മുഖം കണ്ടാലറിയാം, നിങ്ങൾ എന്താ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്, എന്തായാലും നിങ്ങളെ മുഖം കണ്ടാലറിയാം ആകാശെ, നിങ്ങൾ മുറിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പേടിച്ചിരിക്കുന്ന പോലെയുള്ള എന്തായാലും എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ വേണ്ട ഒന്നുമില്ല എന്ന് തന്നെ ആരെയും പറയുന്നത്. ആ സമയത്ത് ഗോമതി എന്ന് വിളിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ പോകാനിരിക്കുമ്പോൾ നിങ്ങൾ മാത്രം മാറി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലൻ പറയുമ്പോൾ അതല്ല ബാലേട്ട, ഈ പിള്ളേർക്ക് എന്തോ ഒരു വിഷമം പോലെ, അതുകൊണ്ട് പിള്ളേരോ ഏത് പിള്ളേർ,
ഇവരൊക്കെ എന്നെക്കാളും വലിയതായി, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ്. ഇപ്പോൾ റൂമിൻ്റെ വാടക എത്രയാണ് എണ്ണി കൊടുത്തതെന്ന് അറിയുമോ എന്ന് ചോദിക്കും. 22,500 എന്ന് ഗോമതി അങ്ങോട്ട് പറയുമ്പോൾ എന്താ നീ എന്നെ കളിയാക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ബാലേട്ടാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരി. ആ ഡ്രൈവർ വന്ന് ചോദിക്കുന്നുണ്ട് 2 വഴിയുണ്ട്, എളുപ്പ വഴി പോകണോ ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകണമെന്ന് നോക്കുമ്പോൾ അതിന് പറയുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇത്തിരി വൈകിട്ട് അയാളെത്തിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവർ പിന്നെ കാണിക്കുന്നത് അമ്പലത്തിലെത്തി ബാലൻ്റെ പേരിൽ അർച്ചന കഴിക്കാനാണ്. പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഒരു അർച്ചന ബാലേട്ടൻ എന്ന് പറയുമ്പോൾ ബാലേട്ടൻ അല്ല സോറി ബാലൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അർച്ചന കഴിക്കുന്ന ഇവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അർച്ചന കഴിച്ചിട്ട് പ്രസാദവും മേടിച്ചും കഴിഞ്ഞിട്ട് ഗോമതി അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കിന് അവരെല്ലാവരും അത് നോക്കി നിൽക്കുന്നു. 1, 2, 3, 4, 5 ഒക്കെ കഴിഞ്ഞ് നിർത്തുന്നില്ല ഗോമതി. അപ്പം എല്ലാവർക്കും ടെൻഷനായി, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. മീനാക്ഷി പറയുന്നുണ്ട് അമ്മ ഇതിപ്പോൾ എത്രാമത്തേന്, അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാണ്ടാവുമല്ലോ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ എന്നൊക്കെ പറയുന്നു. ഗോമതി മതിയെന്ന് ബാലനും പറയുന്നുണ്ട്. ആകാശുണ്ടെങ്കിലും പറയുന്നുണ്ട് ഇത് എത്രാമത്തെ വട്ടം ഉള്ളതെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് തവണ വീണ്ടും നിർത്തുന്നില്ല. 10, 15, 25 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി തല കറങ്ങി അവിടെ വീഴുന്നുണ്ട്. വീഴുമ്പോൾ ബാലനും എല്ലാവരും കൂടെ ഓടി ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിക്കുന്നു. അതേസമയം തന്നെ മീനാക്ഷി നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ബാലേട്ടൻ അനാഥനെ വിളിച്ച് എൻ്റെ ആങ്ങളമാർ കളിയാക്കുമ്പോൾ ഒക്കെ അനാഥൻ ഇനി ബാലേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ ഞാൻ അങ്ങനെ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനെ ഇവിടെ എത്രയെന്ന് അറിയില്ല, ദേവിയോട് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു, അത്രയും സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രയായതെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വഴിപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ബാലേട്ടനുണ്ട് എന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. കടയിൽ നിന്ന് ധർമ്മൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എടുക്കുക എന്ന് ഗോമതി പറയുന്നു. അങ്ങനെ അളിയ എങ്ങനെയുണ്ട് യാത്രയ്ക്ക്, അളിയൻ സുഖമായിട്ടിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാലൻ്റെ ആ തണുപ്പിൻ്റെ ഒരു ചുമ വരുന്നുണ്ട്. അളിയൻ കുതിരപ്പുറത്താണോ? അയ്യോ അളിയൻ കുതിരപ്പുറത്തുനിന്ന് വീണോ? ഞാൻ കുതിരപ്പുറത്തല്ലടാ കഴുതപ്പുറത്താണ്, ഇവിടെ അമ്പലത്തിലായി പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് നിനക്ക് ഞാൻ കാണിച്ചു തന്നേനെന്ന് പറയും. നീ വിളിച്ച കാര്യം പറയടാന്ന് പറയും. അങ്ങനെ ഒരു ഒരു ലോഡ് ഇറക്കേണ്ട കാര്യം പറയുന്നുണ്ട്. അവർക്ക് ഇനി ലോഡ് ഇറക്കാൻ അളിയൻ എഴുതിയ ബുക്കൊന്നും ഞാൻ കണ്ടില്ല, ബുക്കൊക്കെ മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞ് ലോഡ് ഇറക്കണ്ടായപ്പോൾ അയാൾക്ക് വേറെ എവിടേക്കാണ് വേണ്ടതായിരുന്നു, ഇനി നമ്മുടെ കടയിലത്തെ ലോഡ് വേണ്ടാന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകെ ദേഷ്യപ്പെട്ടിട്ട് ധർമ്മനോട് നമ്മുടെ ബാലേട്ടൻ നിന്നൊക്കെ ഏൽപ്പിച്ച് പോകുന്നതല്ലേടാ, ആ ഓർഡർ എങ്ങാനും അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് നിന്നെ ഞാൻ ശരിയാക്കും, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ആ ഓർഡർ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ബാലൻ അങ്ങനെ നമ്മുടെ ധർമ്മനോട് ദേഷ്യപ്പെട്ട് പൊട്ടി തെറിച്ച് നിൽക്കുന്നുണ്ട്. എന്തോ കടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അങ്ങനെ എല്ലാവരും കൂടി അന്തം വിട്ട് ഇങ്ങനെ ബാലനെ നോക്കി നിൽക്കുന്നുണ്ട്. ബാലൻ ഫോൺ വിളിച്ച് ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുന്നത് പോലെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.